എടുക്കുന്ന പറയും. അനീസ് ഷെമീറ എന്റെ ലവർ ബർത്ത്ഡേ അസ്ന അവളെ വിഷ് ചെയ്യും. അപ്പൊ നിന്റെ ബർത്ത്ഡേ അല്ലേ അനീസെ? ഞാൻ നിന്നെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ടെ അനീസെ. അപ്പൊ നിന്നല്ലേ, നീ നേരത്തെ നിന്റെ ബർത്ത്ഡേ ആന്നല്ലേ പറഞ്ഞത്? ഷെമീറ എന്റെ ലവറിന്റെ ഇപ്പം ലവറായ ഷെമീറ എന്റെ ലവറിന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് അസ്ന അവളെ വിഷ് ചെയ്യും. അസ്ന മോളെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. എന്താ വെറുതെ പറയണ? ഇവനെ കാണാൻ പറ്റുള്ളൂ. ഗോ ടു ചാനൽ. ഇതിനൊന്ന് നോക്കട്ടെ. അനീസ് ഇതാണ് ആള്. അപ്പം വീട്ടുകാരെ നാട്ടുകാരെ ഇതാ ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ. ഇവനൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലാണ്. ഈ അനീസ് എന്ന് പറയുന്ന ഇവൻ ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാണ്. അസ്ന എന്നാണ് ഓളെ പേര്. അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി കണ്ട് നടത്തിക്കോ. ഞാൻ പറയാളെ ഇവനാളെ അത്ര വെടിപ്പല്ല. അസ്ന മോളെ ഞാൻ ഒരു കാര്യം പറയാം, ഇവൻ ആളത്ര വെടിപ്പൊന്നല്ല. നിന്റെ മുമ്പിൽ നല്ലതായിട്ട് നിൽക്കുന്നതാണ്. കുറച്ച് ആള് ശരിയല്ല, കുറച്ച് എന്താ പറയാ ദുശീലങ്ങളെല്ലാം ഉള്ള ഒരു തന്നെ തന്നെയാണ് അനീസ്. അപ്പൊ അനീസിനെ എടുക്കുമ്പോ നോക്കിയെടുത്തോ അസ്ന. ഇസ്മായിലൊന്നും വേണ്ട. അപ്പൊ ഒരു മിനിറ്റ്, എന്താ സൂപ്പർ ചാറ്റ് താരോ? സൂപ്പർ ചാറ്റ് ചെയ്തോ? എന്നോട് അങ്ങോട്ട് പോവാനാ പറയുന്നത്. അങ്ങോട്ടല്ല, എങ്ങോട്ട് പോവാൻ? ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയി കണ്ടേ. കോൾ മാക്ക് എന്തിനാ മാക്കിന് എന്ത് കോൾ ചെയ്യണം? ഇതെന്തിനാ? ഞാൻ ഇതെന്താ ഇത് പബ്ലിക് ബൂത്താ? ഇതെന്താന്ന് ഞാൻ ഓരോരാളെ കോൾ ചെയ്യല്? ഇത് പറയുമ്പോ ഇത് ഞാൻ എന്തോ പബ്ലിക് ബൂത്ത് ആയിട്ട് ഇടെന്തോ ഇതുണ്ട് തോന്നുന്നു. ഞാൻ ഇതെന്താ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നുള്ള കാര്യം. ഞാൻ എന്തോ നിങ്ങളുടെ അടിമയാണോ എന്താന്ന്? ഞാന് എന്തായാലും മാക്കിനെ വിളിക്കാം. മാക്കേ, നിന്നെ എന്തിനോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്നൊക്കെ അറിയില്ല. ഐ ലവ് യു പറ. നിന്നെ എന്തിനോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചാറ്റ്. എന്തിനാന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ എന്നെ വിളിച്ചു. ഹലോ, സുഖല്ലേ? ഹലോ. പിന്നെ എടാ, ഇത് GTA കേറാൻ എന്തോ ക്യൂവിന്റെ പ്രശ്നം കാണിക്കുന്നത്. അത് എല്ലാവർക്കും ഉണ്ടോ? അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ബൈ. ബർത്ത്ഡേ ഫംഗ്ഷൻ ഇല്ലേ? ബർത്ത്ഡേ ഫംഗ്ഷൻ ഇന്നല്ല, ബർത്ത്ഡേ ഫംഗ്ഷൻ നാളെ 17-ാം തീയതി. നാളെയല്ലേ ബർത്ത്ഡേ ഫംഗ്ഷൻ? 17 12 മണിയായി. ശരിയാണ്, പക്ഷെ നാളെയാണ് പോയത്. നാളെ ഒരു കംപ്ലീറ്റ്ലി GTA സ്ട്രീം ആയിരിക്കും കേട്ടോ. കംപ്ലീറ്റ്ലി GTA സ്ട്രീം ആയിരിക്കും. അപ്പൊ എല്ലാരോടും പറയാം, താരം ലൈവ് സ്റ്റോപ്പ് ആക്കിയോ? ഇതിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. ഇത് സമയം എടുക്കും. എടാ 4 മിനിറ്റും കൂടെ ഉള്ളൂ. 4 മിനിറ്റും കൂടെ ഉള്ളൂ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ വിളിക്കട്ടെ മോനെ? പറ. വിളിക്കട്ടെ? ഇപ്പൊ വിളിച്ചുകൊണ്ട് ബർത്ത്ഡേന്റെ ഒന്നും പറയാൻ പാടില്ല. ചുമ്മാ വെറുതെ വിളിക്കാം. 12 സർപ്രൈസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ വെറുതെ വിളിക്കാല്ലേ? അപ്പൊ വെറുതെ വിളിക്കാം. 12 മണിക്ക് കറക്റ്റ് നോക്കണം. അപ്പൊ പറയണം. അപ്പൊ ഇപ്പൊ വെറുതെ വിളിക്കണം. വെറുതെ വിളിച്ച് സൊള്ളു. ഓക്കെ. അപ്പൊ നീ മുണ്ടാണ്ടിക്കേ. ഞാൻ ഓളാന്ന് വിചാരിച്ചിട്ട് ഇതെന്താന്ന് എന്റെ സൗണ്ട് പോയട്ടാ. നീ എന്താ പിക്കപ്പ് ലൈൻ പറ. ഞാനിടും ഷെഡി, നീ ഇടും ഷെഡി, നമ്മ രണ്ടാളും ഷെഡി. ഇത് നീ ഉണ്ടല്ല, നീ നിന്റെ ഓളെടുത്ത് പോയിട്ട് പറഞ്ഞോ. ഇതൊന്നും എന്റെ ഓളെടുത്ത് പറയാൻ വേണ്ടി ഞാൻ വിടില്ല. നീ ഇടും ഷെഡി, ഞാനിടും ഷെഡി. എന്താ നമ്മൾ ഒരുമിച്ചിടും ഷെഡിയാ? എന്താണിത്? എനിക്ക് വളയും, പെട്ടെന്ന് വളയും. അങ്ങനെ വളയണ്ട. ഷഡ്ഡി കൊടുത്തിട്ടുള്ള ഒരു പെണ്ണിനെ വളക്കേണ്ട ആവശ്യം എനിക്കില്ല. ഷഡ്ഡി കൊടുത്തിട്ട് ഒരു പെണ്ണിനെ വളക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദയനീയ അവസ്ഥയാണ്. നോക്കെന്ത് ഇടാൻ ഷഡ്ഡി ഇല്ലേ? എന്താ ഞാൻ പിക്കപ്പ് ലൈന് ഞാൻ എന്താ ഫുട്പാത്തിൽ ഷഡ്ഡി വെക്കുന്ന? ഞാൻ ഇതാണ് ഓളടുത്ത് പോയിട്ട് പറയേണ്ടത്. ഞാൻ എന്താ ഫുട്പാത്തിൽ ഷഡ്ഡി കച്ചവടം ചെയ്യുന്ന പോലെ ഞാൻ പോയിട്ട് പറയണം പോലും. നിനക്കില്ല ഷഡ്ഡി, അങ്കില്ല ഷഡ്ഡി, നമുക്കിടാം ഒരു ഷഡ്ഡി. അതിന്റെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് നീ അതിന്റെ അടുത്തേക്ക് വരരുത്. ഈ ഷഡ്ഡി കേസുകള്, നിന്റെ ഈ ഷഡ്ഡി കേസുകളുണ്ടല്ലോ, ഷഡ്ഡി പ്രപ്പോസൽ നീ നിന്റെ ലൈവ് ചെയ്തോ. എന്റെ അടുത്ത് നീ ഇങ്ങനത്തെ ഷഡ്ഡി പരിപാടിയും കൊണ്ട് ഇറങ്ങണ്ട. ഓളെ എടുക്കുന്നില്ല കേട്ടാ, എടുക്കുന്നില്ല. ഒരു മിനിറ്റ്. ആരോ പിക്കപ്പ് ലൈൻ എന്താ
പിക്കപ്പ് ലൈൻ. പെട്രോളിൽ ഉണ്ട് പമ്പ്, മരത്തിലുണ്ട് കൊമ്പ്, നീ അവിടെ ഇരുന്നു. അത് അടിപൊളി, അത് പറഞ്ഞോക്ക്. എന്ത് എടാ മാട്രിക്സ് ഗെയിമിംഗ് നായിന്റെ മോനെ, ഇതാണോടാ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോ ഞാൻ പറയണ്ടേ? പെട്രോളിലുണ്ട് പമ്പ്, മരത്തിലുണ്ട് കൊമ്പ്, നീ അവിടെ ഇരുന്ന് ഊമ്പ് പോലും. ഇത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊന്നും സ്നേഹമില്ല. ഇസ്മായില് നീ എന്നെ പറയടാ. എന്റെ അടുത്ത് എന്താ ഉള്ളേ? ഷമീർ അണ്ടി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആര്? ഫൈസൽ ഫൈസിക്ക് എന്റെ അണ്ടി വേണം പോലും. എന്തിനാണെടാ നിനക്ക് എന്റെ അണ്ടി? ഉപ്പിലിട്ട് വെക്കാനാണോ? എന്റെ ഉച്ചക്ക് ചോറിന്റെ കൂടെ അച്ചാറില്ലാണ്ട് നിൽക്കുമ്പോ കൂട്ടാനാണോ നിനക്ക് എന്റെ അണ്ടി വേണ്ടത്? ഫൈസി അതിന്റെ മോനെ, ഞാൻ വേണേ കൊടുത്തേക്കാം, കൊറിയർ ആയിട്ട് അയക്കാം. ഒരു മിനിറ്റ്. 12 മണി ഇവിടെ ഫോൺ എടുക്കുന്നില്ല. 12 മണിയായി, ഫോൺ എടുക്ക്. ഞാൻ ഏത് പറ. ഫുട്ബോളിലുണ്ട് കോച്ച്, ബോളിൽ വന്ന ക്യാച്ച്, നമ്മൾ തമ്മിൽ മാച്ച്. അത് നല്ല കണ്ടുപിടിച്ചു. വേറൊരു സാധനം ഉണ്ട്, ഞാനിടും പളി, നീ ഇടും പളി, നമ്മൾ രണ്ടായിട്ടും പളി. അതോ എന്താ ഇത് വളി മത്സരത്തിന് പോകുന്നത്? എന്താ നീ പറയുന്നത് ഇസ്മായിലെ? ഞാൻ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പോന്നേന്ന്. ആ സമയത്ത് ഞാൻ ഓളടുത്ത് എന്താ ഇങ്ങനത്തെ വളിക്കാ സാധനം ഞാൻ പറയേണ്ടത്? നീ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കട്ടാ. ഞാനിടും പളി, നീ ഇടും പളി, നമ്മൾ രണ്ടാക്കും ഇടാൻ പളിയാ. ഇതെന്താ നമ്മള് എടാ എന്താടാ ഉരുളക്കേക്ക് വന്നതാ ഇത്രയും വളിയിടാൻ വേണ്ടിട്ട്? പിക്കപ്പ് ലൈന് ഇങ്ങനത്തെ ഒന്നും പിക്കപ്പ് ലൈൻ ഒന്നും പറയാൻ പറ്റൂല. നീ സ്നേഹപരമായിട്ടുള്ള സാധനങ്ങൾ പറ. സ്നേഹം തുളുമ്പുന്നേ അങ്ങനത്തെ കാര്യങ്ങൾ പറ. അല്ലാണ്ട് വളിയും ഷഡ്ഡിയും ഇതല്ലേ നിന്റെ കൈമുള്ളൂ. വളി, ഷഡ്ഡി, തീട്ടം. എന്നാ അതിന് വേറൊരു കാര്യം കൂടി ചോദിക്കടാ. വേറൊരു പിക്കപ്പ് ലൈൻ ഉണ്ട്. ഞാൻ ഇന്ന് തൂറിയില്ല, നീ ഇന്ന് തൂറിയില്ല, നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് തൂറാം. അങ്ങനെയുണ്ട്. ബാത്റൂമിൽ പോവാ. കമോൺ. ഹലോ താര, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. സാക്കി മാത്രമേ ഉള്ളൂ. ഫേസ് റിവീലപ്പാ. നാളെ തിരക്കിലാണോ? ബർത്ത്ഡേന്റെ തിരക്കിലാണോ? ഓക്കെ ശരി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ ശരി. സിനിമ അതാരാ? അല്ല ഇതാക്കി ഞാൻ അയച്ച് മെസ്സേജ് അല്ല, ഞാൻ കോൾ ചെയ്ത് എന്ത് പോയട്ടെ. എന്താണ്? ഓക്കെ നമുക്ക് ഇതായോ നോക്കട്ടെ. ഇല്ല ഇപ്പൊ 48. ഓക്കെ ലെറ്റ്സ് ഗോ. താനദോം തദോം തദോം തദനനന താനദോം തദോം തദോം തദനനന.